ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം എഴുതിയിട്ടുള്ള സവർക്കർ, അത് RSകാർ വായിക്കേണ്ടതാണ്. സവർക്കർ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം എഴുതിയ ആളുകളുടെ കൂട്ടത്തിൽ ആരുണ്ട്? സവർക്കറും ഉണ്ട്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ 1857 സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. കോഴിക്കോട്ടെ കിഷോർ പബ്ലിക്കേഷൻസ് ആണ് അത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത്. ഇപ്പോൾ നിങ്ങൾ RSSന്റെ പുസ്തകശാലയിൽ ഇവിടെ കുരുക്ഷേത്രത്തിലൊക്കെ പോയ ആ പുസ്തകം നിങ്ങൾക്ക് കിട്ടില്ല. ബ്രിട്ടീഷുകാരുടെ സ്ട്രാറ്റജിയാണ് ഹിന്ദു മുസ്ലിം വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കുക, വിഭജനം ഉണ്ടാക്കുക, ധ്രുവീകരണം ഉണ്ടാക്കുക, കലാപങ്ങളിലൂടെ ജനങ്ങളെ പരസ്പരം അകറ്റുകയും ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദേശീയമായ ഐക്യത്തെ ഇല്ലാതാക്കുകയും ചെയ്യും. 16-ാം നൂറ്റാണ്ടിൽ പണിതൊരു പള്ളി എപ്പോഴാ തർക്കപ്രശ്നം? നൂറുകണക്കിന് വർഷങ്ങൾ തലമുറകളായി മുസ്ലിങ്ങൾ നിസ്കരിക്കുക മാത്രമല്ല, അവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വളരെ സാഹോദര്യപൂർവ്വം കഴിഞ്ഞതാണ്. ഒരാരാധനാലയ തർക്കവും അവിടെ ഉണ്ടായിട്ടില്ല. സരയൂ നദിയുടെ ഈ തീരനഗരം, ഈ അയോധ്യ എന്ന് പറയുന്നത് അനവധിയായ ക്ഷേത്രങ്ങളുടെ നഗരമാണ്. മുസ്ലിങ്ങളും ഹിന്ദുക്കളുമൊക്കെ വളരെ സ്നേഹപൂർവ്വം സൗഹാർദ്ദപൂർവ്വം ജീവിച്ചു വരുന്ന നഗരമാണ്. എപ്പോഴാണ് അവിടെ പള്ളി തർക്കമാവുന്നത്? അത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തോളോട് തോളുരുമ്മി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പൊരുതി നിന്നപ്പോഴാണ്. അയോധ്യയും ഫൈസാബാദുമൊക്കെ ബ്രിട്ടീഷ് പട്ടാളത്തെ വലിയ രീതിയിൽ വെല്ലുവിളിച്ചു. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രകാരന്മാർ പറഞ്ഞത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ നെടുംതൂണുകളെ പിടിച്ചു കുലുക്കിയ കലാപം എന്നാണ്. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു അതിൻ്റെ അടിസ്ഥാനം. വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം എഴുതിയ ആളുകളുടെ കൂട്ടത്തിൽ ആരുണ്ട്? സവർക്കറും ഉണ്ട്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ 1857 സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. കോഴിക്കോട്ടെ കിഷോർ പബ്ലിക്കേഷൻസ് ആണ് അത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത്. ഇപ്പോൾ നിങ്ങൾ RSSന്റെ പുസ്തകശാലയിൽ ഇവിടെ കുരുക്ഷേത്രത്തിലൊക്കെ പോയ ആ പുസ്തകം നിങ്ങൾക്ക് കിട്ടില്ല. ആ പുസ്തകം തെറ്റായ RSSകാരെ എന്താണ് ഡിബേറ്റിലൊക്കെ ഉദ്ധരിക്കും. ആ പുസ്തകം യഥാർത്ഥത്തിൽ എന്താണ്? യഥാർത്ഥത്തിൽ ആ പുസ്തകം ഹിന്ദു മുസ്ലിം മൈത്രിയുടെ, അന്ന് ഹിന്ദു എന്ന പദം പോലും എന്തില്ല നമ്മുടെ പൊതുവായ വ്യവഹാരത്തിലില്ല. ആ പുസ്തകം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. സവർക്കർ ബ്രാഹ്മണർ, ശൂദ്രർ, വൈദ്യർ, മുസ്ലിങ്ങൾ, ജൈനർ, അങ്ങനെ എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾ ഒന്നിച്ചു എന്നാണ്. അല്ലാതെ ഹിന്ദുക്കളും മുസൽമാന്മാരും ഒന്നുമില്ല. മുസൽമാന്മാര്, ബ്രാഹ്മണര്, വൈശ്യര്, ക്ഷത്രിയര്, ശൂദ്രർ എല്ലാവരും ഒന്നിച്ചു നിന്നു. ഇന്ത്യൻ ജനത ഒരു ശരീരം പോലെ നിന്ന് ബ്രിട്ടീഷുകാരെ പ്രതിരോധിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് ബ്രിട്ടീഷുകാർക്ക് ഒരു കാര്യം മനസ്സിലായത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അവർക്ക് അടിച്ചമർത്താൻ കഴിഞ്ഞെങ്കിലും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പ്രകടമായ ഇന്ത്യക്കാരുടെ മതത്തിനും ജാതിക്കുമൊക്കെ അതീതമായ ദേശീയമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആ ഐക്യം അപകടം ചെയ്യുമെന്നവർ മനസ്സിലാക്കി. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം തുടർന്നു കൊണ്ടുപോകുന്നതിന് ഏറ്റവും ഭീഷണിയായി ഇരിക്കുന്നത് ഈ ജനകീയ ഐക്യമാണ്, ജനങ്ങളുടെ ഈ ഐക്യമാണ്. കൃഷിക്കാരും തൊഴിലാളികളും പട്ടാളക്കാരും യുവാക്കളും സ്ത്രീകളും ഝാൻസിയിലെ റാണിയൊക്കെ പങ്കെടുത്ത യുദ്ധമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം. അത് ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തി. അവിടെ നിന്നാണ് അവർ ഭിന്നിപ്പിക്കുക, ഭരിക്കുക എന്ന കൊളോണിയൽ തന്ത്രം, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പഴയ റോമാ സാമ്രാജ്യത്വത്തിൻ്റെ തന്ത്രം ഇന്ത്യയിൽ പയറ്റിയത്. അതിനവരുപയോഗിച്ചത് ഹിന്ദു മുസ്ലിം വിഭജനം. അതാണല്ലോ ഇന്ത്യൻ സമൂഹത്തെ ഇന്ന് അസ്ഥിരീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട കാരണമായിരിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ സ്ട്രാറ്റജിയാണ് ഹിന്ദു മുസ്ലിം വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കുക, വിഭജനം ഉണ്ടാക്കുക, ധ്രുവീകരണം ഉണ്ടാക്കുക, കലാപങ്ങളിലൂടെ ജനങ്ങളെ പരസ്പരം അകറ്റുകയും ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദേശീയമായ ഐക്യത്തെ ഇല്ലാതാക്കുകയും ചെയ്യും. ഒന്നാം സ്വാതന്ത്ര്യ സമരം അവസാനിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ ചെയ്തതാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം എഴുതിയിട്ടുള്ള സവർക്കർ, അത് RSകാർ വായിക്കേണ്ടതാണ്. സവർക്കർ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്.